സ്നേഹമുള്ളവരെ, ഒരു ക്രിസ്മസ് കൂടി നമുക്ക് ആഗതമായിരിക്കുകയാണല്ലോ. ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് ആഘോഷം കൂടെ ജീവിക്കുന്ന ദൈവത്തെ അനുഭവിക്കുകയും സ്വന്തം ജീവിതത്തിലും കുടുംബജീവിതത്തിലും ദൈവാനുഭവം സ്വന്തമാക്കി ജീവിക്കുന്ന കാവുങ്കൽ സാബുചേട്ടന്റെ കുടുംബത്തോടൊപ്പം നമുക്കുമൊന്ന് യാത്ര ചെയ്താലോ? കൈവിരലുകൾ കൊണ്ട് കൺപോളകൾ ഉയർത്തിപ്പിടിച്ചാൽ മാത്രമേ എഴുതാനും വായിക്കാനും നടക്കാനും സാധിക്കുന്ന വ്യക്തിയാണ് ബൈബിൾ എഴുതുന്നത്. സ്വർഗത്തിലേക്കുള്ള വഴിയേ ഇടുങ്ങിയതാ മോളെ. സാബുചേട്ടാ, ചേട്ടാ, ഇന്ന് ഞങ്ങള് ചേട്ടനെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. ഈ വർഷത്തെ ക്രിസ്മസ് സാബുചേട്ടന്റെ വീട്ടിലാണെന്ന് വിചാരിച്ചു അല്ലേ? ഷീബ ചേച്ചി, എവിടെ വരെ എത്തി ക്രിസ്മസ് ആഘോഷങ്ങളും ഒരുക്കങ്ങളൊക്കെ? ക്രിസ്മസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. കാര്യങ്ങളൊക്കെ നാട്ടിലൊക്കെ പോണമെന്നുണ്ട്. അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പോകുന്ന കാര്യം ഇച്ചിരി കഷ്ടം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും പോകണമെന്നാണ് വിചാരിക്കുന്നത്. ചേച്ചിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് ഇപ്പൊ? എന്റെ അസുഖം കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ പ്രശ്നമൊന്നുമില്ല. ജോലിക്ക് പോയിക്കൊണ്ടിരുന്നാണ്. ജോലിക്ക് പോയിരുന്നത് വരുന്നു പോകുന്നത്. മസിൽ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം എല്ലാ മസിൽസും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അസുഖം. ട്രീറ്റ്മെന്റ് ഇല്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. നമ്മള് ഒത്തിരി ഡോക്ടർമാര് ആയുർവേദം, അലോപ്പതി എല്ലാം നമ്മൾ നോക്കി. എന്നിട്ട് ലാസ്റ്റ് വൈറ്റമിൻ മരുന്ന് മാത്രമേ ഇതിന് സൊല്യൂഷൻ ഉള്ളൂ. അത് ഭക്ഷണം കഴിക്കാൻ ആണ് ഇതിന്റെ ഈ അസുഖത്തിന്റെ ഒരു കഴിക്കാൻ മേലാത്ത അവസ്ഥ. തൊണ്ടയിൽ താഴോട്ട് ഇറങ്ങൂല. ഏത് വർഷം കൊച്ചുണ്ടായത്? 2004. ഒരു മോനുള്ളൂ അല്ലേ? അവനിപ്പോ എവിടെ വരെ എത്തി? പഠനം ഹോസ്റ്റലിലാണല്ലേ? ചേച്ചി, ഞാനിങ്ങനെ കേട്ടു ചേച്ചി ലോഗോസ് ക്വിസിൽ പങ്കെടുത്തെന്നും ബൈബിൾ കൈയെഴുത്ത് പ്രതി ചെയ്യുന്നുണ്ടെന്നൊക്കെ. എന്താണ് ചേച്ചി അതിന് പ്രചോദനം കിട്ടിയത്? എങ്ങനെയാ? ആഗ്രഹമുണ്ടായിരുന്നു. അത് മെഴുന്ന് പറഞ്ഞ് മാറ്റിയാവും എഴുതുവാകും. പഴയ നിയമം ഒരു പ്രാവശ്യം മൊത്തം പഴയ നിയമം പുതിയ നിയമം ബൈബിൾ മൊത്തം എഴുതി. പിന്നെ പുതിയ നിയമം 2 പ്രാവശ്യം മുഴുവൻ എഴുതി. പിന്നെ ലോഗോസ് ക്വിസില് ഞങ്ങള് പങ്കെടുക്കാറുണ്ട്. എന്നിട്ട് നമ്മള് ലാസ്റ്റ് നമ്മുടെ രൂപത്തിൽ നിന്ന് ഞങ്ങൾക്ക് 3ാം സ്ഥാനം കിട്ടിയായിരുന്നു കഴിഞ്ഞ മുമ്പത്തെ വർഷം. അത് എന്നിട്ട് ഞങ്ങൾ എറണാകുളത്ത് പോയിട്ട് ഫൈനൽ റൗണ്ടിൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞു. അവിടുന്ന് സർട്ടിഫിക്കറ്റ് ട്രോഫി കിട്ടി. പിന്നെ ക്യാഷ് പ്രൈസ് 2000 രൂപ കിട്ടി. ഇതുണ്ടോ? ഇത് പുതിയ നിയമം ലാസ്റ്റ് എഴുതാണ്. ഇപ്പൊ എഴുതാണ് നിങ്ങള് ഇവിടെ ഷീപ്പ് എഴുതാണ്. നോക്കി ഇത് പ്രിന്റ് ചെയ്ത പോലെ
ഉണ്ടല്ലോ ഇത്. ചേച്ചിയുടെ ഹാൻഡ് റൈറ്റിംഗ്. പിന്നെ ഇത് പഴയ നിയമം. ഓ, ഇത് രണ്ട് പഴയ നിയമ. അല്ല, ഇത് ബുക്സ് ആണ്. ഒന്ന് രണ്ടായിട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഒരുമിച്ച് വലിയ ബുക്കായി പോകും. ഇത് ഞങ്ങൾ ഫിയാറ്റ് മിഷന് വേണ്ടി എഴുതുക. അതിനുശേഷം അതിനിടയ്ക്ക് നമ്മൾ ബാണ്ഡ്യരൂപതയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, യേശയ്യാ പ്രവചന പുസ്തകം തന്നെ എഴുതാൻ വേണ്ടി. അതാണ് ഇത്. എനിക്ക് യേശയ്യായുടെ കോട്ടയം വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ, അതും ബാണ്ഡ്യരൂപതയ്ക്ക് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ എഴുതുകയാണ്. പിതാവിന്റെ പിതാവിന്റെ അനുവാദമൊക്കെയാണോ ഇത്? പിതാവിന്റെ കയ്യെഴുത്ത്, പിതാവിന്റെ ഒപ്പൊക്കെ ഉണ്ട്. ബിബ്ലിയ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ബാണ്ഡ്യരൂപതയുടെ 2021. അതും എഴുതി 500 വചനങ്ങള്. 500 തികച്ചു. ചേച്ചി പഠിക്കുകയും ചെയ്തോ? നോക്കി എഴുതി 70 വചനം പറയൂ. ക്യാഷ് പറഞ്ഞു നമ്മൾ കണ്ടില്ലത്. കുറേ ഉണ്ട്. ലോഗോസിന്റെ നമുക്ക് ഷിബായിക്ക് ലോഗോസ് ക്വിസിന് 3rd റാങ്ക് 2000. മാധവ് ബിബ്ലിയായിട്ട് 196 മാർക്ക് അല്ലേ? ഇതൊക്കെ മോന്റെ എല്ലാവരും ഉണ്ട്. ചേച്ചി ജീവിതത്തിന്റെ ഈ വഴികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോ ചേച്ചിക്കുള്ള ദൈവാനുഭവം ഒന്ന് പങ്കുവയ്ക്കാവോ ചേച്ചി? നടത്തുന്നുണ്ട്. അതെനിക്ക് അനുഭവം അതാണ് അവന്റെ അനുഭവം. ചേച്ചിയുടെ ഈ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തില് ചേട്ടൻ എങ്ങനെയാ ചേച്ചിനെ സഹായിക്കുന്നത്? എല്ലാത്തിനും ബന്ധപ്പെട്ടാണ്. വീട്ടിലൊരായാലും എല്ലാത്തിനും രാവിലെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. രാവിലെ ചാലിടുന്നതും ഉണ്ണിയാണ്. എല്ലാത്തിനും വീട് വൃത്തിയാക്കാനും. ചേട്ടൻ എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാനിവിടെ അടുത്ത സ്കൂളില് ട്രാൻസ്പോർട്ട് മാനേജറാണ് വർക്ക് ചെയ്യുന്നത്. രാവിലെ പോണം. രാവിലെ 6 പറഞ്ഞു. അപ്പൊ ഈ രാവിലെ എഴുന്നേറ്റ് പാചകമൊക്കെ ചെയ്ത് വീട് ക്ലീൻ ചെയ്ത് എപ്പോ ഇതിനെല്ലാം സമയം കിട്ടും? അതൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ നടന്നു പോകും. ഞങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അത് ഞങ്ങൾക്ക് ദൈവം കൊണ്ടുതരികയാണ്. മനുഷ്യ ജീവിതത്തില് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിൽ ആടിയുലയുകയും അതേസമയം വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ ഒത്തിരിയേറെ വിള്ളലുണ്ടാകുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സമൂഹത്തിലാണല്ലോ നമ്മളിന്ന് ജീവിക്കുന്നത്. ഈ ഒരു സമൂഹത്തോട് ഒരു ക്രിസ്മസ് സന്ദേശം എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇന്നത്തെ സാഹചര്യത്തില് മനുഷ്യന്മാര് എല്ലാ മനുഷ്യന്മാരും മണി, അതായത് ക്യാഷ് ബേസ് ആണ്. പണം ഉണ്ടല്ലോ എന്തും ആകാം. അതൊന്നും അല്ല ജീവിതം. തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം സാധിക്കും. ഞങ്ങളുടെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, പക്ഷെ ഞങ്ങളെ ഒരു സഹായം ചെയ്തു തന്നവർക്ക് ദൈവം അവരെ അതുപോലെ ഉയർത്തിയിട്ടുണ്ട്. ഞാൻ കാണാൻ പറ്റുന്നത് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ച് അടിയുറച്ച് വിശ്വസിച്ചാൽ നമ്മോട് കൂടെ ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇവരുടെ ഏക മകൻ ആരോണിന് എന്താ നമ്മളോട് പറയാനുള്ളതെന്ന് നമ്മൾക്ക് കേൾക്കാം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. എല്ലാം ദൈവം നയിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Even in the midst of all the difficulties, I'm happy with my parents and I'm proud of them. ക്രിസ്മസിന്റെയും പുതുവർഷത്തിന്റെയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. Thank you. സിസ്റ്ററെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു, വിശുദ്ധ ഫ്രാൻസിസ് അസിസി പറഞ്ഞതുപോലെ എപ്പോഴും സുവിശേഷം പ്രഘോഷിക്കുക, ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുക. അതെ, അത് ശരിയാണ്. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Wish you happy Christmas. Happy Christmas. Happy Christmas.